അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം വന്നേക്കുന്നത് ലിഫി വാലി ഡബ്ലിനിലാണ് കേട്ടോ. അപ്പം ഇവിടെ ഞങ്ങൾ ഷീല പാലസിലാണ് വന്നേക്കുന്നത്. ഷീല പാലസിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് വന്നേക്കുന്നത്. ചോറ് ചിക്കൻ കഴിക്കാൻ വന്നു. ഓക്കെ, അപ്പം നമുക്ക് പോയി നോക്കാം കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ലിഫി വാലിയിലെ ഷീല പാലസിൽ വരുന്നത്. അപ്പം പുതിയത് കുറച്ച് നാളായി. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഓക്കെ, അപ്പം നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇതാണ് ഷീല പാലസ് കേട്ടോ. ഓക്കെ, കുഞ്ഞൂസ് ഒരു ഹൗസിൽ പോയപ്പോൾ സിസ്റ്ററിനെ കണ്ടു എന്നാണ് കുഞ്ഞൂസ് പറയുന്നത് കേട്ടോ. 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഇത് ബാറും ഉണ്ട് കേട്ടോ. ഷീല പാലസ് റെസ്റ്റോ ബാർ എന്നാണ് എഴുതിയേക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റിങ്ങും അറേഞ്ച്മെന്റ് ഒക്കെ അല്ലേ. ആ യെല്ലോ കളർ നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പൊ എങ്ങനെ ബൊഫേ ആണോ? ശരിക്കും ബൊഫേ ആണ്. 12 മണി വരെ തുടങ്ങുന്ന. ഇപ്പം ആദ്യം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ഞങ്ങൾ 9 മണിയാകുമ്പോൾ തുടങ്ങും. 12 മണി 12:30 വരെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ 1 മണിയാകുമ്പോൾ നെക്സ്റ്റ് ലഞ്ച് സെയിം. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് പറയാമോ? ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് പാനിപൂരി ഉണ്ട്. ഓക്കെ, പാനിപൂരി അല്ലേ. ഓക്കെ, അത് ചന മസാല, അതിൻ്റെ ചന മസാല. ലൈവില് ഫുഡ് ഞങ്ങൾക്ക് ഫിഷ്, പ്രോൺസ്. ഇത് ലൈവ് ഫുഡാണ്. ഇത് ലൈവ് കൗണ്ടർ ആണ് അല്ലേ. ഫിഷ്, പ്രോൺസ്, ബീഫ് കബാബ്, ചിക്കൻ മലൈറ്റിക്ക, മസാല ദോശ, ഗീ റോസ്റ്റ്, നൂഡിൽസ് ഉണ്ടെങ്കിൽ ഓക്കെ പറയുകയാണെങ്കിൽ അപ്പം തന്നെ ചൂടോടെ ഉണ്ടാക്കിത്തരും. ഓക്കെ, നോൺ വെജ് സെക്ഷൻ ഇവിടെ ഇങ്ങോട്ട് നോൺ വെജ് ആണ്. അവിടെ ഓക്കെ, അവിടെ ബീഫ് നിഹാരി, ബീഫ് ഫ്രൈ, ചിക്കൻ, ഗ്രേവി ചിക്കൻ, ചിക്കൻ ഐറ്റംസ്, ലാം കറി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം ഞങ്ങൾ സമയമെടുത്ത് ഓരോന്ന് നോക്കിയിട്ട്. ഓക്കെ, ബീഫ് നിഹാരി, ഓക്കെ, ബീഫ് ഫ്രൈ, ഇതുപോലെ ക്രീമി ചിക്കൻ അല്ലേ. ഓക്കെ, ഇത് എല്ലാ ദിവസവും ഇതേ മെനു തന്നെ ആയിരിക്കുമോ അതോ മാറും? സെയിം മെനു തന്നെ. ഓക്കെ, മാറും. കറാച്ചി ചിക്കൻ അല്ലേ. ഇത് പാകിസ്ഥാൻ കടായി ചിക്കൻ. ഓക്കെ, ഇത് നമ്മുടെ ചില്ലി ചിക്കൻ. ഓക്കെ, ഇത് ലാമ്പ് കറി. ഓക്കെ, പിന്നെ ബട്ടർ ചിക്കൻ. ഓക്കെ, ഇനി ഇവിടെ വെജ് ഐറ്റംസ്. വെജ് പുലാവ് അല്ലേ. ഓക്കെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ തീരാറായി അല്ലേ വന്നപ്പോഴത്തേക്ക്. ഓക്കെ, ഞങ്ങൾ ഇച്ചിരി ലേറ്റാണ്, ഏകദേശം 11 മണിയായിരുന്നു. ചന മസാല. ഓക്കെ, സമൂസ. ഓക്കെ ഓക്കെ, മട്ടർ പനീർ. ഓക്കെ ഓക്കെ, ഇത് ചിക്കൻ ബിരിയാണിയും മലബാർ ബിരിയാണി. ഓക്കെ, ഈ വെജിൻ്റെ കൂടെ കഴിക്കാൻ നാനൊക്കെ കിട്ടുമോ? നാനും അങ്ങനത്തെ നാനും പൊറോട്ടയും അല്ലേ. ഓക്കെ, റൊട്ടിയും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡെസേർട്ടായിട്ട് നിങ്ങളുടെ അച്ചാർ, മോരുകറി, റൈത്ത, അച്ചാർ. ഓക്കെ, ഇത് ഡെസേർട്ട്. ഇതെന്തായിരുന്നു? ഓക്കെ ഓക്കെ, ഓക്കെ, സേമിയ പായസവും മാംഗോ കസ്റ്റർഡും. ഓക്കെ,
ഓക്കെ, ഇതെല്ലാം കൂടെ നിങ്ങൾ എത്രയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് പറയുന്നത്? 20 euro എന്ത് കഴിച്ചാലും ബഫേ പോലെ. അത് ഓൾ ഡേ ആണോ? എല്ലാ ഡേയ്സും ഉണ്ട്? ഓക്കെ. വീക്കെൻഡിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നമ്മുടെ വാട്ടർഫോർഡിലെ ഷീല പാലസിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് ബൊഫേ പോലെ. ഐറ്റംസ്. ഓക്കെ, വീഡിയോയിൽ വരുന്നില്ലല്ലോ അല്ലേ? വേണ്ട, ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുടെ മുഖം കാണിക്കാഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം ഒത്തിരി താങ്ക്സ് ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്. അപ്പം ഞങ്ങൾ സമയമെടുത്ത്. സൂപ്പും ഉണ്ടോ? ഓക്കെ. ആ, സാലഡും ഉണ്ട്. ഇത് സാലഡ്, ഇത് നമ്മുടെ വെജിറ്റബിൾസ്. ഓക്കെ, ഇത് നമ്മുടെ സൂപ്പ്. ഓക്കെ, വെജിറ്റബിൾ സൂപ്പാണ് ഇന്നുള്ളത്. മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക്സ് ഉണ്ട്, ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു. വാ, ചോറ് ചിക്കൻ കഴിക്കാൻ കുഞ്ഞു. അവിടെ അല്ല, അപ്പുറത്തിരിക്കാനാ പറഞ്ഞത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ ഡേയ്സും ഇവിടെ നമുക്ക് ബൊഫേ അവൈലബിൾ ആണ് കേട്ടോ. മിൽക്ക് ഷേക്ക്, മാംഗോ മൗസ്, സ്ട്രോബെറി ബ്ലിസ്, ഒറിയോ ബൗണ്ടി. പിന്നെ ഇവിടെ വീക്കെൻഡിലൊക്കെ പാട്ടും നമ്മൾ പാട്ടൊക്കെ ഇങ്ങനെ ഇവർ ഷെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇവരുടെ പേജിലൊക്കെ. വീക്കെൻഡിലൊക്കെ ഇപ്പം ലൈവ് മ്യൂസിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് എന്തായാലും കഴിച്ചാലോ? നമ്മളെന്തായാലും ഇത്രയും കഴിക്കാൻ പോകുന്നില്ല, അതിൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം കേട്ടോ. പാനിപൂരി പൊട്ടിക്കാനാ പാടല്ലേ? മറന്നുപോയേ. ആ, നമ്മളിത് മറന്നുപോയി ശരിക്കും. അങ്ങനെയൊക്കെയാ കഴിക്കുന്നതെന്ന്. എല്ലാം ഓരോ സോസ് ഒഴിച്ചോ? വെറൈറ്റി കഴിക്കാമല്ലോ. അല്ല, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കുന്നത്. ഞങ്ങൾ ഓരോ ബിരിയാണിന്നും ചിരിച്ച് എടുത്ത് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റാ. ദേ കുഞ്ഞു ചോറ് ചിക്കൻ ഐസ്ക്രീം ഇപ്പോൾ ഓപ്പൺ അല്ല അത്. അപ്പം ബൊഫേ ആയതുകൊണ്ട് നമ്മൾ ചിരിച്ച് എടുത്താലേ നമുക്ക് കഴിക്കാൻ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് ആലു ഗോപിയ. ആ, കുറച്ച് ബീഫ് ഫ്രൈ, അത് മതി. എല്ലാം കുറച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കഴിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം എടുക്കുന്നില്ല ഇപ്പോഴേ. ആദ്യം പാനിപൂരി ഒന്ന് കഴിച്ച് നോക്കാം. പാനിപൂരിയാണേ. അതെല്ലാം മിക്സ് ചെയ്തോ? ഞാൻ പൊതുവെ കുറേ നാളായി പാനിപൂരിയുടെ അത്ര ഫാനല്ല. അതല്ല, ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തായിരുന്നു. എങ്ങനെയുണ്ട്? ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് അങ്ങനെ റിവ്യൂ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മളിത് എൻജോയ് ചെയ്ത് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് കഴിക്കട്ടെ. ഫ്രണ്ട്സ്, ഇത് ബീഫ് ഫ്രൈ ആണേ. നല്ല ടേസ്റ്റ് ഇല്ലേ? നല്ല സോഫ്റ്റ്, അടിപൊളി. ഞങ്ങൾക്ക് ലൈവ് ഫിഷ് വറുത്തത് കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ ഓംലേറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നേക്കുന്ന മണ്ടയിലാണേ. വീക്കെൻഡിലൊക്കെ നല്ല തിരക്കും നല്ല പാട്ടും ബഹളവും ഒക്കെയാണ് കേട്ടോ. വീക്ക് ഡേ ആയതുകൊണ്ട്, അതുപോലെ മൺഡേ ആയതുകൊണ്ട് നല്ല റിലാക്സ്ഡ് ആണ്.
ലൈവ് ഓംലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതും പക്കോട മറ്റേ ഒനിയൻ ബാജി പോലത്തത്, പിന്നെ ബട്ടർ ചിക്കൻ. ഇപ്പം തന്നെ ഫുള്ളായി അല്ലേ ലച്ച്? ഞാൻ എല്ലാം തന്നെ ഒന്നും എടുത്തില്ല. ഞാൻ ശരിക്കും ലൈം ജ്യൂസ് ലച്ചു എല്ലാം ഒന്നും എടുത്തില്ല. ഞങ്ങളിപ്പോൾ തന്നെ ഫുള്ളായി. ഞങ്ങൾ അങ്ങനെ ഒത്തിരി ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല. നമ്മളിപ്പം ഭയങ്കരമായിട്ട് ഡയറ്റൊക്കെ ചെയ്ത് ഒത്തിരി കൺട്രോൾഡാണ്. ഞാൻ ശകലം റൈസ് എടുത്തു. കുഞ്ഞൂസിന് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി ഏറെ എടുത്തായിരുന്നു. ബീഫ് ഫ്രൈയും പിന്നെ അതിൽ ഓൾറെഡി 2 പീസ് ചിക്കൻ വരുമല്ലോ. പിന്നെ ഞാൻ ഇച്ചിരി ആലു ബജി, എനിക്ക് വെജ് ആയതുകൊണ്ട് അത് കഴിക്കാൻ കൊതിയായിട്ട് അതും ഇച്ചിരി അച്ചാറും ഈ സൈഡിൽ നിന്ന് ബീഫ് ഫ്രൈയും പക്കോറയും മാത്രമേ ഞാൻ എടുത്തുള്ളൂ. വേറെ ഒന്നും ഞാൻ ടേസ്റ്റ് പോലും ചെയ്തില്ല, കാരണം എനിക്ക് വയറില്ല. പിന്നെ ഇപ്പോൾ ഫിഷ് കൊണ്ടുവന്നു. ഈ റേറ്റിന് നല്ലേ അല്ലേ? ഇത് ഒരു ബൊഫേക്ക് 20 യൂറോയേ ഉള്ളൂ കേട്ടോ, 20 യൂറോ ഒരാൾക്ക്. ഭയങ്കര ലാഭം കേട്ടോ. 20 യൂറോയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. കാരണം നമുക്ക് വെജിന് വെജ് ഉണ്ട്, നോൺ വെജിന് നോൺ വെജ് ഉണ്ട്. എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഉണ്ട്, നമ്മുടെ പക്ക കേരള ടൈപ്പ് ഉണ്ട്. പിന്നെ ഡ്രിങ്ക്സ് പക്ഷേ എക്സ്ട്രാ പേ ചെയ്യണം. ലൈം ജ്യൂസും മസാല ടീ ഒക്കെ എക്സ്ട്രാ പേ ചെയ്യാൻ തോന്നുന്നു. എന്തായാലും നല്ല ഓപ്ഷനാണ്. ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ലാഭമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പോയി കഴിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് അല്ലേ ശരിക്കും. ശരിയാ. ലച്ചുവിന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ദേ വീണ്ടും പോയിട്ട് ഇതെന്ത് വരുന്നു, എന്തോ ഡെസേർട്ടാണ്. ഡെസേർട്ട് എടുത്തു. അത് 3 ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. സേമിയ, ഇതെന്ത് വരുന്നത്, മാംഗോ കസ്റ്റേർഡ്. ഇത് അറബിക് ഡെസേർട്ട് എന്നാണ് അവർ പറഞ്ഞത്. ഈ സാധനം. പിന്നെ അത് കൂടാതെ ഞങ്ങൾ 2 ലൈം ജ്യൂസും കൂടെ വാങ്ങി കേട്ടോ. അപ്പം ഇത് എക്സ്ട്രാ പേ ആണ്, മറ്റേ ബൊഫയിൽ വരുന്നതല്ല. ബൊഫയ്ക്ക് എന്തൊക്കെ എടുത്താലും 20 യൂറോയേ ഉള്ളൂ. കുഞ്ഞൂസിനെ ആർക്കോ കളിക്കാൻ കിട്ടി കേട്ടോ. കുഞ്ഞൂസിന് ആരെയോ കളിക്കാൻ കിട്ടി, അപ്പോൾ അതിൻ്റെ ബിസിയാണ് കുഞ്ഞൂസ്. മാംഗോ ഐസ്ക്രീം. അത് വാട്ടർ കിട്ടിയോ? ഓക്കെ, കൊള്ളാമോ? കൊള്ളാമോ? ലൈം ജ്യൂസ് ആണ് ഇത്. എനിക്കൊരു ബ്രെഡിന്റെ കൂട്ടാണ് തോന്നിയത്. അതിനകത്ത് പക്ഷെ കുറെ കാഷ്യൂ ഇങ്ങനെ കട്ട് ചെയ്ത് മിൽക്കുമായിട്ട് ടേസ്റ്റ്. നമ്മുടെ സേമിയ പായസം. ഞാൻ ഓംലെറ്റ് കഴിച്ച് തീർക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത് കഴിച്ചിട്ട് ബാക്കി ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷീല പാലസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മൾ ഇതിലൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താം. ചേട്ടാ, പേര് പറഞ്ഞോ? ജിത് റാം. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ചേട്ടനാണ് ഇതിൻ്റെ എല്ലാം. ഓക്കെ, അറിയാവുന്നേ, നമുക്കറിയാവുന്നേ. അപ്പം ഷീല പാലസിൻ്റെ ഓണറാണ്. നല്ല ഫുഡായിരുന്നു ചേട്ടാ, എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും വീക്കെൻഡിൽ ഒരു ദിവസം ഇറങ്ങുന്നതായിരിക്കും, ഇവിടുത്തെ വൈബും എല്ലാം ഒന്ന് മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും. അപ്പം ഒത്തിരി താങ്ക്സ് ഉണ്ട് കണ്ടതിലും. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. പുതിയതായിട്ട് തുടങ്ങിയതല്ലേ ഇത്? കുറച്ച് നാളായെന്ന് തോന്നുന്നു അല്ലേ? ഇത് തുടങ്ങിയിട്ട് 3 മാസമായി. എനിക്ക് ആ സമയം വരാൻ പറ്റിയില്ല. അപ്പം ഇപ്പോഴെങ്കിലും വന്ന് ഇവിടെ എല്ലാം ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, തീർച്ചയായും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ജിമ്മിൽ പോയൊരു ഫോട്ടോ കണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഫേസ് ഓർമ്മയുണ്ടാകും. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഷീല പാലസിന്റെ ബാർ കൗണ്ടറാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടുന്ന് കയറി വരുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ് അങ്ങോട്ട്. ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മളെ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ ഈ സൈഡിലായിട്ടാണ് ഷീല പാലസിന്റെ ബാർ കൗണ്ടർ ഉള്ളത് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ വെച്ചായിരിക്കും അവർ സെർവ് ചെയ്യുന്നതെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വിശാലമായിട്ടുള്ള സ്ഥലം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം ബാർ കൗണ്ടർ, ബാറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കയറി ഇവിടെ എൻജോയ് ചെയ്തിരിക്കാവുന്നതാണ് കേട്ടോ. അതെ,
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഷീല പാലസിൽ നിന്ന് കഴിച്ചിറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.